ഹായ് ഫ്രണ്ട്സ്, എവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. രേണു സുധിക്ക് ബ്രസ്റ്റ് ക്യാൻസർ, പരുമല ഹോസ്പിറ്റലിൽ ചെക്കപ്പിന്. കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം രേണു സുധിയെ ചുറ്റിപ്പറ്റിയാണ് കഥകൾ മുന്നോട്ട് പോകുന്നത്. എവിടെ നോക്കിയാലും രേണു സുധി. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? രേണു സുധിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണോ? രേണു സുധി പരുമല ഹോസ്പിറ്റലിൽ പോയോ? അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. രേണു സുധി പരുമല ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയോ ഇല്ലയോ എന്ന് രേണു സുധി പറയുന്നില്ല. ക്യാൻസർ ഉണ്ടോയെന്നും ക്യാൻസർ ഇല്ലെന്നും രേണു സുധി പറയുന്നില്ല. നേരത്തെയൊക്കെ രേണു സുധി പറയുന്നുണ്ട്, എനിക്ക് ക്യാൻസർ ഇല്ല, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നു. അതേക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. പക്ഷേ ഇപ്പം അറിയാൻ സാധിച്ചത് ഇവർ ചെക്കപ്പിന് പരുമല ഹോസ്പിറ്റലിൽ പോയി എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. പിന്നെ രേണു സുധി ഇത് അംഗീകരിക്കുന്നില്ല. രേണു സുധി പറയുന്നത് ഞാൻ പോയിട്ടില്ല എന്നാണ്. പിന്നെ രേണു സുധി പറയുന്നുണ്ട്, നിങ്ങൾ ഒരുത്തി കുറേ അവന്മാരും ചേർന്ന് നിരന്തരമായി എന്നെ ഇത് ചെയ്യുന്നുണ്ട്, എനിക്കെങ്ങനെ ഉണ്ടായാലില്ല, ശത്രുക്കൾക്ക് പോലും വരല്ലേ എന്നാണ് എൻ്റെ വാർത്ത. അത് നല്ലൊരു കാര്യമാണ് അവർ പറഞ്ഞത്. പിന്നെ അവർ പറയുന്നുണ്ട്, രേണു സുധി പറഞ്ഞ കാര്യങ്ങളാണ്, അല്ല നമ്മൾ ഉണ്ടാക്കി പറയുന്നതല്ല, രേണു സുധി പറഞ്ഞതാണ്. രേണു സുധി പറയുന്നുണ്ട്, ഞാൻ ചത്തുപോയാൽ എന്നെ വിട്ട് നിങ്ങൾ എങ്ങനെ കാശുണ്ടാക്കും, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എന്നെ വിറ്റ് എങ്ങനെ കാശുണ്ടാക്കും, എനിക്ക് അവിഹിത ഗർഭം വരെ ഉണ്ടായെന്ന് പറഞ്ഞു വരുത്തിയ ആളുകളാണ് എന്നെക്കുറിച്ച് ഇങ്ങനെ മോശമായി പറയുന്നത്. ചിലപ്പോൾ ആ അസുഖം ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഇല്ലായിരിക്കും, ചിലപ്പോൾ ഒരു പനിക്കായിരിക്കും ഹോസ്പിറ്റലിൽ പോയത്. എന്നിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ പറഞ്ഞു വരുത്തുന്നത്. പക്ഷേ ക്യാൻസർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം രേണു സുധി പറയുന്ന മറുപടിയാണ്, എനിക്ക് ക്യാൻസർ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. പക്ഷേ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുത്തും ഭയങ്കരമായിട്ട് ഇതാണ് തോന്നുന്നത്. പക്ഷെ ആദ്യകാലങ്ങളിൽ രേണു സുധി ഇത് അറിഞ്ഞ സമയത്ത് രേണു സുധി പറയുന്നത്, രേണു സുധിക്ക് ക്യാൻസർ ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും എന്നാണ്. ഇപ്പം രേണു സുധി പറയുന്നത്, എനിക്ക് ക്യാൻസർ ഇല്ല, ഉണ്ടെന്നും പറയുന്നില്ല, ഇല്ലെന്നും പറയുന്നില്ല. പക്ഷേ രേണു സുധി പരുമല ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയി. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചെക്കപ്പിനാണ് ചെയ്തത് എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ അത് ഉണ്ടോ ഇല്ലയോ എന്ന് കറക്റ്റായിട്ട് നമുക്ക് വരും. പിന്നെ പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോയപ്പോൾ നേഴ്സുമാരുടെ ഇതിൽ നിന്നാണ് ഇത് ലീക്കായത്. ചിലപ്പോൾ ഞാനൊരു പനിക്കായിരിക്കും പോയത്, ഉദാഹരണമായിട്ട് ഒരു പനിക്കായിരിക്കും പോയത്, നേഴ്സുമാരുടെ ഡോക്ടർമാരുടെ ഇതിൽ നിന്നായിരിക്കും ഇത് ലീക്കായി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇത് പറയുകയുള്ളൂ. പിന്നെ ഇവർ പറയുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ നിങ്ങൾക്ക് എന്നെ വിറ്റ് കാശുണ്ടാക്കാൻ പറ്റിയല്ല. ഇപ്പം എന്നെ വീട്ടിൽ കാശുണ്ടാക്കുക, റീച്ചാണ് കിട്ടും, നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ആൾക്കാർ ചെയ്യുന്നതെന്ന് കുറേ ഭാഗത്ത് രേണു സുധിയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൺഫേം ആണെന്ന് പറയണം. പിന്നെ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ നിങ്ങൾക്കൊക്കെ സന്തോഷമാവുമല്ലോ, എന്നെ വിറ്റ് പിന്നെ കാശുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് രേണു സുധി പറയുന്നുണ്ട്. അവരൊരു കാര്യം പറഞ്ഞത് വ്യക്തമാണ്, ഇത് ഈ ക്യാൻസർ എന്ന അസുഖം ശത്രുക്കൾക്ക് പോലും വരല്ലേ എന്നാണ് എൻ്റെ വാർത്ത. അത് അവരുടെ നല്ലൊരു മനസ്സാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാത്തിനും രേണു സുധീനെ വിമർശിക്കാൻ പറ്റത്തില്ല. പക്ഷേ എനിക്കിത് മനസ്സിലായ കാര്യത്തിൽ രേണു സുധിക്ക് ചെക്കപ്പിന് പോയി. ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഇവരത് ഇത് വ്യക്തമായിട്ട് രേണു സുധി പറയുന്നുമില്ല. പക്ഷേ ഒരു കാര്യം രേണു സുധി പറയുന്നുണ്ട്, ഞാൻ ചെക്കപ്പിന് പോയി എന്ന് അവരുടെ വർത്തമാനത്തിൽ തെളിയുന്നുണ്ട്. ഞാൻ നേരത്തെ എനിക്ക് അറിയത്തില്ലായിരുന്നു, അപ്പോൾ അവർ പറയുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ട്, ഇവർക്ക് രേണു സുധിക്ക് ക്യാൻസർ ഒന്നും ഇല്ല എന്നും പറഞ്ഞ് ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പം അത് നമുക്ക് തെറ്റായിപ്പോയി. അവർ പറയുന്നില്ല, അവരുണ്ടെന്നും പറയുന്നില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഇല്ലെന്നങ്ങ് പറയണം, ഉണ്ടെന്നങ്ങ് പറയണം. ഇത് രണ്ടും കടന്ന് ഉരുളുവാണ്. അപ്പോൾ നമുക്ക് അത് എന്താണെന്നുള്ളത് നമുക്ക് ഇത് ചെയ്യാം. ഉണ്ടോ ഇല്ലെന്ന് ഞാനിപ്പോഴും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയുകയാണ്, ഇവർ ചെക്കപ്പിന് പോയിട്ടുണ്ട്, ചിലപ്പോൾ ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ അവരത് തള്ളിപ്പറയണ്ടേ. പിന്നെ ഇവർ പറയുന്നത് എന്നെക്കുറിച്ച് ഒരുത്തി കുറേ അവന്മാരും ചേർന്ന് നിരന്തരമായി ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ചെയ്യല്, ഇവർക്ക് അങ്ങനെ ഇവരെ നിരന്തരമായി ഇവരെക്കുറിച്ച് അതും ഇതും പറയണം, ഇവർക്കൂടെ കേസ് കൊടുക്കത്തില്ലേ? അവരെന്തുകൊണ്ട് കേസ് കൊടുക്കാൻ പോകുന്നില്ല? എന്നെ വിറ്റ് കാശുണ്ടാക്കുന്നു മാത്രമേ രേണു സുധി പറയുന്നത്. പക്ഷേ രേണു സുധിക്ക് ക്യാൻസർ ഉണ്ട്, ചിലപ്പോൾ ഉണ്ടായിരിക്കും. അതാണ് അവരുടെ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ അവർക്ക് അത് പറയാം, എനിക്ക് ക്യാൻസർ ഇല്ല, വെറുതെയാണ് എന്നെക്കുറിച്ച് ഇത് ചെയ്യുന്നത് എന്നുകൊണ്ട് കേസ് കൊടുക്കാം, ഉറപ്പായിട്ട് കേസ് കൊടുക്കാം. എന്നെ സോഷ്യൽ മീഡിയകളിൽ അവഗണിക്കുന്ന, എൻ്റെ ക്യാൻസർ ഇല്ലാത്ത അസുഖം പിടിച്ച് എന്നെ ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവർക്ക് വേണം കേസ് കൊടുക്കാം. അവർ സ്ത്രീയാണ്, വിധവയാന്ന് പറഞ്ഞാൽ അവർക്ക് നല്ലപോലെ ആക്ഷൻ എടുക്കും പോലീസ്. പക്ഷെ അവരത് ചെയ്യുന്നില്ല. അപ്പോൾ അവർക്കുണ്ട്, ഉണ്ടായിരിക്കാം, അതായിരിക്കും. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്, മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ ബൈ.